കഥയില്ലായ്മയുടെ കെട്ടുകാഴ്ചകൾക്ക് നടുവിൽ കഥയുടെ എഴുത്തിൻ്റെ കരുത്തിൽ തലപൊക്കത്തോടെ ഉയർന്നു നിൽക്കുന്ന ഒരു സിനിമ. ആദ്യ സീനിൽ തുടങ്ങി ഉദ്വേഗം ജനിപ്പിക്കുന്ന ഒരു സമസ്യയുടെ ഓരോ അടരുകളും അടർത്തി മാറ്റി ക്ലൈമാക്സിൽ ഒരു ഗൂസ് ബം മൊമെൻ്റൊക്കെ നൽകി സിനിമ അവസാനിക്കുമ്പോൾ നമുക്ക് കൈയടിച്ച് പറയാം, ദിസ് ഈസ് റിയൽ സിനിമ. ഞാൻ പറഞ്ഞു വരുന്നത് എക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. എക്കോ എന്ന സിനിമയുടെ റിവ്യൂവും പ്രൈവറ്റ് എന്ന സിനിമയുടെ റിവ്യൂവുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കേരള കർണാടക സംസ്ഥാനങ്ങൾ ഇടകലർന്ന് അതിർത്തി പങ്കിടുന്ന ഒരു മലമ്പ്രദേശം. അവിടെ കുര്യച്ചൻ എന്ന വ്യക്തിയുടെ തിരോധാനം അന്വേഷിച്ച് പല ഘട്ടങ്ങളിലായിട്ട് എത്തുന്നവരെ, അവരുടെ തിരയലുകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കുര്യച്ചൻ്റെ വ്യക്തിത്വവും ഭൂതകാലവും. സിനിമയുടെ പ്ലോട്ട് ഇതാണ്. ഇന്ന് മലയാള സിനിമയിലുള്ള സ്ക്രീൻ റൈറ്റേഴ്സിൻ്റെ മുൻനിരയിലിരിക്കാൻ എന്തുകൊണ്ടും അർഹനാണ് ബാഹുൽ രമേശ്. ഈ സിനിമയിലൂടെ അത് വീണ്ടും തെളിയുകയാണ്. 2 മണിക്കൂർ 10 മിനിറ്റ് പ്രേക്ഷകനെ ആ ലോകത്ത് വെർച്വലി പ്ലേസ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്താണ്. കുറുക്കിക്കൊള്ളുന്ന ഡയലോഗുകൾ. സിനിമോട്ടോഗ്രാഫർ എന്ന റോളിൽ മനസ്സിൽ കാണുന്നത് അതേപോലെ സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയുക എന്ന അഡ്വാൻറ്റേജ് കൂടി ഉണ്ടായപ്പോൾ ബാഹുൽ ഈ സിനിമയുടെ ബാക്ക് ബോൺ ആയി മാറി. വളരെ മനോഹരമായ ഒരു മേക്കിംഗ് ആണ് സംവിധായകൻ ദിൽജിത്ത് ചെയ്തു വച്ചിരിക്കുന്നത്. ഓരോ അഭിനേതാവിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്തിരിക്കുന്ന പെർഫോമൻസും കഥ പറച്ചിലിൻ്റെ ലീനിയർ നോൺ ലീനിയർ വഴി, ഇതിനൊക്കെ ഒരു ബിഗ് സല്യൂട്ടാണ്. ഇനി അഭിനേതാക്കളിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ്. സന്ദീപ് പ്രദീപിൻ്റെ ഈ സിനിമയിലെ പ്രകടനം കണ്ടപ്പോൾ ഇയാളുടെ ഫാലിമി തൊട്ടുള്ള ഇങ്ങോട്ടുള്ള പ്രയാണം അതൊന്നും കൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. കൂടാതെ വിനീത്, അശോകൻ, നരൻ തുടങ്ങിയ ആക്ടേഴ്സ് അവർ ഇതിനു മുമ്പ് ചെയ്തു വച്ചിട്ടുള്ള വേഷങ്ങളുടെ യാതൊരു കണിക പോലും ഇല്ലാതെ അതാത് കഥാപാത്രങ്ങളായി ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് നരേൻ്റെ പെർഫോമൻസാണ്. നരേൻ്റെ കഥാപാത്രം എനിക്ക് ഇതിനു മുൻപ് ഇഷ്ടപ്പെട്ടത് ക്ലാസ്മേറ്റ്സിലാണ്. പിന്നെ അതിനുശേഷം ഒരു തമിഴ് പടത്തിൽ എനിക്ക് ഇയാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഒത്തിരി വിരലിലെണ്ണാവുന്ന കുറച്ച് കഥാപാത്രങ്ങൾ, അതിനേക്കാളൊക്കെ കരിയർ ബെസ്റ്റായിട്ട് വേണമെങ്കിൽ ഇത് ഈ സഹീർ മുഹമ്മദ് പറയാം. മലയാളത്തിലെ മികച്ച ക്യാരക്ടർ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഈ നടൻ, അതായത് ബിനു പപ്പു, ഇനിയും ഉണ്ടാവും. പിന്നെ കഥാപാത്രങ്ങളുടെ പേരുകൾ എനിക്ക് വളരെ കുറച്ചേ അറിയുള്ളൂ. എനിക്ക് കൂടുതലായിട്ട് പേരുകളൊന്നും അങ്ങനെ അറിയില്ല. പക്ഷേ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ മജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൂരജ് ESൻ്റെ എഡിറ്റിങ്, പ്രേക്ഷകനൊരു വലിയ അനുഭവം നൽകുന്നതിൽ ഈ 2 പേരും അവരുടെ പാർട്ട് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. KG ജോർജ്, ഭരതൻ, പത്മരാജൻ സിനിമകൾ ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് സൃഷ്ടിച്ചാൽ എങ്ങനെയുണ്ടാവും, ആ ഒരു ഫീല് നമുക്ക് എവിടേക്കോ കിട്ടാൻ സാധിക്കുന്നുണ്ട്. എനിക്കത് കിഷ്കിന്ധാകാന്ഡത്തിലും ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. 100% തൃപ്തിയോടെ ഒരു സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക്, ആ കിക്ക് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴും കിട്ടും 100%. ഇനി പ്രൈവറ്റ് എന്ന സിനിമയിലേക്ക് വരുമ്പോൾ തൂലിക പടവാളാണെന്ന് പറയും. പക്ഷേ പുതിയുഗ ഇന്ത്യയിൽ ചിലർക്ക് തൂലികയെ നല്ല പേടിയാണ്. വാക്കുകളിലൂടെ വിമർശനമുയർത്തുന്നവരെ ഇല്ലാതാക്കിയാൽ വിജയമായെന്ന് കരുതുന്ന ചില രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾക്കുള്ള പണിയാണ് പ്രൈവറ്റ് സിനിമ. പറയാതിരിക്കാൻ വയ്യ, ഇന്ദ്രൻസിൻ്റെ അടുത്തൊരു കരിയർ ബെസ്റ്റ്. അതായത് അങ്ങേർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അങ്ങേരെ അത്രയും വൈവിധ്യത്തോട് കൂടിയിട്ടും അത്രയും മനോഹരമാക്കുവാനും അയാളെ കഴിഞ്ഞിട്ടേ ബാക്കി ആരുള്ളൂ. ആ ഒരു റോളിൽ ഇപ്പോൾ വേറെ ആരാണെങ്കിലും നല്ല രീതിയിൽ ലേഖടിക്കാവുന്ന, നല്ല അടിപൊളിയായിട്ട് ലേഖടിക്കാവുന്ന ഒരു കോമ്പിനേഷനാണ് ഇന്ദ്രൻസും മീനാക്ഷിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്. ചിത്രത്തിലുടനീളം ഇവർ രണ്ടുപേരും തന്നെയാണ് മെയിനായിട്ട്
നിൽക്കുന്നത്. അപ്പോൾ ഇവരിൽ ഒരാൾ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ആ സാധനം ലാഗടിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ ഇപ്പോൾ ഒരു BGMs ഒക്കെയാണ് നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആയിട്ട് വരുന്നത്. ടെക്നിക്കലി എനിക്ക് അത്ര താല്പര്യമായില്ലെങ്കിലും ഇവരുടെ അഭിനയം, ഇന്ദ്രൻസിൻ്റെ അഭിനയം അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇയാളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി അഭിനയമാണ് അതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. ഓരോ സിനിമ കഴിയും തോറും ആൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആളുടെ ആ ഒരു ലെവല് അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അമ്മാതിരി ലെവലിലാണ് ആൾ കൊണ്ടുവരുന്നത് മുകളിലോട്ട്. കാണാൻ ഇനിയും ആളുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ നമുക്ക് ആളുടെ ഒരു ക്യാരക്ടറും ആ ഒരു സൈസും ആ ഒരു സൗണ്ടും ആ ഒരു മുഖമൊക്കെ വെച്ചിട്ട് ആൾ ചെയ്യുന്ന ക്യാരക്ടറുകളുടെ ആ ഒരു ഡെപ്ത്ത് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനാണ് ആ ഒരു എനിക്ക് പേഴ്സണലി ഇന്ദ്രൻസിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദ്രൻസും മീനാക്ഷിയാണ് പ്രധാന കഥാപാത്രങ്ങൾ ഈ സിനിമയ്ക്കകത്ത്. സംഭാഷണ പ്രധാനമായ ആദ്യ ഭാഗം, അതായത് ഫസ്റ്റ് ഹാഫ് വരെ സംഭാഷണത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾക്ക് ലാഗ് വരും. വേറൊരു ആരാണെങ്കിലും എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കോമഡി ഒന്നും കാണിക്കുന്നില്ല ഇന്ദ്രൻസ്. ഒരു എന്താ പറയുക, ഒരു റഫ് ആൻഡ് ടഫ് പോലത്തെ ഒരു ക്യാരക്ടറാണ്. ചോദിച്ചതിന് മാത്രം മറുപടി പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടർ നമുക്ക് വേറെ ആരാണെങ്കിലും ലാഗ് ആയിട്ട് തോന്നാം. പക്ഷെ ഇയാളുടെ ആ ഒരു നോട്ടം, ഭാവം, നടത്തം ഇതൊക്കെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ആ സിനിമയിലേക്ക് നമ്മളെ ഉൾക്കൊള്ളിക്കുകയാണ്, നമ്മളതിനെ കൊണ്ട് ചെന്ന് ഇരുത്താണ് അങ്ങനെ. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അതൊരു റോഡ് മൂവിയായി മാറുന്നുണ്ട്. രണ്ടാം ഭാഗം അങ്ങനെ സെക്കൻഡ് ഹാഫ് റോഡ് മൂവിയൊക്കെ ചേർന്ന് വലിയൊരു രാഷ്ട്രീയമാണ് സിനിമ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അവരവരുടെ ജീവിതം എന്ന പ്രൈവറ്റ് ചിന്തയിൽ നിന്ന് പൊതുജീവിതം എന്ന പബ്ലിക് ജീവിതത്തിലേക്കുള്ള ഒരു ടീനേജേഴ്സിൻ്റെ തിരിച്ചറിവിലൂടെയുള്ള യാത്ര കൂടിയാണ് സിനിമ. ദീപക് ഡിയോൺ ആണ് സംവിധാനം. എനിക്ക് പേഴ്സണലി ഇയാളുടെ ആദ്യത്തെ ശ്രമം വളരെ നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബാലന്മാരായിട്ടുള്ള ഇന്ദ്രൻസും അഷിതയായിട്ടുള്ള മീനാക്ഷിയും തമ്മിലുള്ള സൗഹൃദം, ആ വീട്ടിലെ അവരുടെ നിമിഷങ്ങൾ ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കല്യാണത്തെ പേടിച്ച് വീട്ടിൽ നിന്നും ഒളിച്ചോടുന്ന മീനാക്ഷി എന്ന കഥാപാത്രം ചെന്ന് എത്തുന്നത് കർണാടകയിലെ ഒരു ഉൾഗ്രാമത്തിലുള്ള, അതായത് ലൊക്കേഷൻ മാറിപ്പോയിട്ട് ഉൾഗ്രാമത്തിലുള്ള ഒരു സ്ഥലത്താണ്. അവിടെ നമുക്ക് ആവശ്യം ഒരു മലയാളിയെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു മലയാളിയെ കണ്ടുമുട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം, അങ്ങനെ ഒരാളെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ് മീനാക്ഷി. അതാണ് ബാലന്മാരാർ. ഈ ബാലന്മാരാരുടെ ഈ രഹസ്യമായിട്ടുള്ള ജീവിതം, എന്തിനാണ് അയാൾ ഈ ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി താമസിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സിനിമകളുടെ റിവ്യൂ ആണ് നമ്മൾ പങ്കുവെച്ചത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലി ഒപ്പീനിയൻ, പ്രൈവറ്റ് എന്ന് പറഞ്ഞ മൂവി 1 ടൈം വാച്ചബിൾ ആണ്. അതുപോലെ തന്നെ എക്കോ എന്ന് പറഞ്ഞ മൂവി മസ്റ്റ് വാച്ചിങ് ആണ്. ഓക്കെ, പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.